എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അശ്വിൻ. BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുത്തു. രാജീവ് ചന്ദ്രശേഖർജി. അദ്ദേഹത്തിന് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ്. അപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ്റെ തിരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ വലിയ രീതിയിൽ കണ്ടത്, ഒരു സൈഡിൽ അദ്ദേഹത്തിനെ അഭിനന്ദിച്ചുകൊണ്ടും അതേസമയം മറ്റൊരു വശത്ത് അദ്ദേഹത്തിന് കേരള പൊളിറ്റിക്സ് അറിയില്ല, അദ്ദേഹം ഒരു മൊണ്ണയാണ്, അദ്ദേഹത്തിനെ കൊണ്ട് കേരളത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം തെറ്റിപ്പോയി എന്നുള്ള രീതിയിലുള്ള വളരെ വലിയ രീതിയിലുള്ളൊരു പ്രചരണം സോഷ്യൽ മീഡിയ വഴി ഞാൻ കണ്ടു. അപ്പോൾ അതിനൊരു ഉത്തരം, അതായത് സെൻട്രൽ ടീമിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം എടുക്കുന്ന തീരുമാനം തെറ്റിയോ എന്നുള്ള ഒരു നിസ്സാര ഒരു ഉദാഹരണത്തോട് കൂടിയിട്ട് പറയാം എന്ന് കരുതിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ അടുത്ത് ബംഗ്ലാദേശിലെ കോൺഫ്ലിക്റ്റ്, വലിയ രീതിയിൽ ഹിന്ദുക്കളെ വേട്ടയാടിയ ബംഗ്ലാദേശിലെ കോൺഫ്ലിക്റ്റ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ബംഗ്ലാദേശിൽ ഇത്രയും ഭീകരമായി ഹിന്ദുക്കൾക്കെതിരെ ഈ വേട്ട നടത്തുന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെ എത്രയോ അധികം BJPയുടെ ആയാലും മറ്റ് ഭാരതീയരായിട്ടുള്ള എത്രയോ അധികം ആളുകൾ വിചാരിച്ചൊരു കാര്യമുണ്ട്. കാരണം കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. ഇത്രയും വലിയൊരു ഹിന്ദു വേട്ട നടത്തുമ്പോൾ ഭാരതം അതിനെതിരെ പ്രതികരിക്കേണ്ടതാണ്. എന്നാൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലൊരു പ്രതികരണമോ അല്ലെങ്കിൽ അതിന് തക്കതായ രീതിയിലൊരു ഒരു ഭീഷണിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ള തരത്തിലോ അങ്ങനെയൊന്നും BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ പ്രതികരണമൊന്നും നമ്മൾ കണ്ടില്ല. നമ്മളെല്ലാവരും വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ദിവസം കുറച്ച് മുമ്പോട്ട് പോയി. പക്ഷേ എങ്ങനെയാണ് BJP ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്? അത് കഴിഞ്ഞ് വന്ന നമുക്കെല്ലാവർക്കും അറിയാം, ബംഗ്ലാദേശ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്ക, ആ സമയത്ത് അമേരിക്കയുടെ ഈ ജോ ബൈഡൻ്റെ എല്ലാം സപ്പോർട്ടോടുകൂടി നടന്ന ഒരു കോൺഫ്ലിക്റ്റാണ്. BJPയുടെ സെൻട്രൽ ടീം അല്ലെങ്കിൽ ഭാരതം ഇതിനെങ്ങനെ മറുപടി കൊടുക്കും? തൊട്ടു പിന്നാലെ വന്ന അമേരിക്കയുടെ ഇലക്ഷനിൽ സാധാരണ അമേരിക്കയിൽ ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ ഡെമോക്രാറ്റിക് പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത്. ആ വോട്ടിംഗ് പാറ്റേണിനെ പൂർണ്ണമായും തെറ്റിച്ചുകൊണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് പിന്തുണ നൽകിയ ട്രംപിന് ഈ ഭാരതീയരായിട്ടുള്ള ഇന്ത്യൻ ഒറിജിൻസിൻ്റെ പൂർണ്ണമായ വോട്ടും ട്രംപിന് കൺവേർട്ട് ചെയ്തിട്ട് ട്രംപിനെ വിജയിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ അതിനുള്ള മറുപടി കൊടുക്കുന്നത്. പകരം ട്രംപ് ജയിച്ചതിന് ശേഷം എന്താ സംഭവിച്ചത്? കൃത്യം ഒരാഴ്ചയ്ക്കുള്ളിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ഈ കോൺഫ്ലിക്റ്റ് പൂർണ്ണമായി നിൽക്കുകയും ഇവരിവിടുന്ന് തല്ലിപ്പൊളിച്ചും വീട് നശിപ്പിച്ചും ക്ഷേത്രം അടിച്ചു പൊളിച്ചും ഓടിച്ചു വിട്ട ഈ ഹിന്ദുക്കളെ തിരിച്ച് ഇവർ തന്നെ കൊണ്ടുവന്ന് വീട് വെച്ച് താമസിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കി. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഒരൊറ്റ സിംഗിൾ ബുള്ളറ്റ് പോലും ചിലവില്ലാതെ ഭാരതം എന്ന് പറയുന്ന രാജ്യം അതല്ലെങ്കിൽ അത് ഭരിക്കുന്ന BJP എന്ന് പറയുന്ന പാർട്ടി എങ്ങനെയാണ് ഒരു അന്താരാഷ്ട്ര വിഷയത്തെ അത് കൃത്യമായ രീതിയിൽ സൊല്യൂഷൻ ഉണ്ടാക്കിയെന്നാണ്. അതായത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയം പോലും ഇത്രയും സിമ്പിളായി കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഇത്ര കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിലിരിക്കുന്നത്. അത്തരം ആളുകളാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷന്മാരെല്ലാം സെലക്ട് ചെയ്യുന്നത്. അദ്ദേഹത്തെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് തെറ്റുപറ്റിയും തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും വലിയൊരു പൊളിറ്റിക്കൽ നോളജ് ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയമായി നമുക്ക് അത്രയും വലിയ പക്വത ഇല്ലാത്തതുകൊണ്ടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും BJPയുടെ കേന്ദ്ര നേതൃത്വം എടുത്തിട്ടുള്ള ഈ തീരുമാനം ശരിയാണ് എന്നുള്ളത് അധികം വൈകാതെയുള്ള ഇലക്ഷനുകളിൽ നമുക്ക് കാണാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജിക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഭാരത് മാതാ കി ജയ്.